ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന പാലിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടിലേക്ക് വരുന്ന ബസ്സിന്റെ ബാക്കിലാണ് ഞാൻ ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് കണ്ടത്. മാരകമായിട്ടുള്ള രാസവസ്തുവും പച്ചവെള്ളവും ചേർത്തിട്ട് കൃത്രിമ പാൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. പിന്നീട് ഞാൻ എല്ലാ പാല് വണ്ടികളെയും നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു പാല് വണ്ടിന്റെ ബാക്കിലും പേരില്ല. പോരാത്തതിന് കേരളത്തിൽ നാട്ടിലത്തെ പേരും പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് പാല് വരുന്നത്. കോഫി ഷോപ്പ് നടത്തുന്ന ഒരു ഏട്ടന്റെ അടുത്താണ് ഞാൻ പാലുകളിനെ കുറിച്ചിട്ട് കൂടുതലായി ചോദിച്ചറിയണത്. അങ്ങനെ എന്റെ നാട്ടിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടുന്ന എല്ലാ പാലുകളിലും ഞാൻ കളക്ട് ചെയ്തു. ഇതിലാണ് ഞാൻ മാറ്റം നോക്കാൻ പോണത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബസിന്റെ ബാക്കിൽ നല്ല പാലുകളിനെ എങ്ങനെ തിരിച്ചറിയാന്ന് ഒട്ടിച്ച പോസ്റ്ററാണിത്. ഞാൻ വാങ്ങിയ മിൽമ പാലിൽ ബസിന്റെ ബാക്കിൽ കണ്ട എഫ് ലോഗോ ഉണ്ട്. 26-ാം തീയതി ഞാൻ വാങ്ങിയ പാലിന് 24-ാം തീയതി ഡേറ്റും 27-ന് വാങ്ങിയ പാലിന് 29 ഡേറ്റും. എന്നാലും അതെങ്ങനെ? ഫ്രഷ് മിൽക്ക് എന്ന് പറയുന്ന ഈ പാല് ശരിക്കും ഫ്രഷ് അല്ല. ഇത് കൊഴുപ്പടങ്ങിയ പാലിന് നേർപ്പിച്ച ടോണ്ട് മിൽക്കാണ്. പോരാത്തതിന് പല പാലുകളിലും എക്സ്ട്രാ ചാർജ് ഈടാക്കിയിട്ടാണ് ഡെലിവറി ചെയ്യണത്. പാക്കറ്റ് പാലുകളുടെ ബാക്കിൽ കാണുന്ന ഈ കറുത്ത വരകൾ എന്താണെന്ന് അറിയണമെങ്കിൽ അത് കമന്റ് ചെയ്യുക. പൈസ അടക്കം ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്ന കാലത്ത് പാലിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് സാരം. അപ്പൊ ഇതേപോലെ ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോളോ ചെയ്യുക.